കട്ടപ്പന നഗരസഭയുടെ കീഴിൽ പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പൊതു ശൗചാലയത്തിൻ്റെ പ്രവർത്തനം വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ. നിലവിൽ സാംക്രമിക രോഗഭീഷണി ഭയന്നാണ് ആളുകൾ ഇതിനുള്ളിൽ പ്രവേശിക്കുന്നത്. ദുർഗന്ധ നിമിത്തം ആളുകൾക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശൗചാലയമാണ് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന. പുറമേ കണ്ടാൽ വൃത്തി തോന്നുമെങ്കിലും അകത്തേക്ക് കയറിയാൽ സ്ഥിതി മറിച്ചാണ്. മൂക്കുപൊത്തി മാത്രമേ ഇതിനകത്തേക്ക് ആളുകൾക്ക് കയറുവാൻ സാധിക്കൂ. കൂടാതെ കൃത്യമായ സമയങ്ങളിൽ ഇതിൻ്റെ അകത്തെ ഭാഗങ്ങൾ വൃത്തിയാക്കാത്തത് മൂലം മലിനമായാണ് കിടക്കുന്നത്. സാംക്രമിക രോഗഭീഷണിയെ ഭയന്നു വേണം ആളുകൾക്ക് ഇവിടെ കയറി പ്രാഥമിക കൃത്യങ്ങൾ സാധിച്ച് മടങ്ങാൻ. കുറ്റിയില്ല, ഉളുത്തുമില്ല, കയറിയിരിക്കുന്നതിൻ്റെ പൈസയും കൊടുക്കുന്നില്ല. ഇത് കയറി കഴിഞ്ഞാൽ ഒരു സൗകര്യമില്ല. ഭയങ്കര മണവും വൃത്തിയും. നാളുകളായി വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഈ ശൗചാലയം പ്രവർത്തിക്കുന്നതെന്ന് ബസ് ജീവനക്കാരടക്കം പറയുന്നു. കട്ടപ്പന മുനിസിപ്പൽ സ്റ്റേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ പൊതു ശൗചാലയം വളരെ വൃത്തിഹീനമായ അവസ്ഥയാണുള്ളത്. മൂക്ക് പൊത്തിക്കൊണ്ടാണ് ഇതിനകത്ത് കയറേണ്ടി വരിക. എല്ലാ കഥകളും പൊളിഞ്ഞ് അതിന് പൊട്ടലും വീണ്, അതുപോലെ തന്നെ കൊളുത്തില്ല, കുറ്റിയില്ല, കൊളുത്തില്ല, അതുപോലെ തന്നെ പുകവലിച്ചും അതിൻ്റെ വീടിക്കുറ്റിയെല്ലാം സിഗരറ്റ് കുറ്റിയെല്ലാം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞ് ഏറ്റവും മോശകരമായ മൂക്ക് പൊത്തിക്കൊണ്ട് ഇതിനകത്ത് കയറേണ്ട ഗതികേടാണുള്ളത്. ഇത്രയും ശുചിത്വ ഭാരതം, ശ്രേഷ്ഠ ഭാരതം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ നമ്മുടെ നാടിൻ്റെ തന്നെ വില കെടുത്തി കളയുന്ന ഒരു സ്ഥിതിയാണ്. ഇത് ശ്രദ്ധിക്കേണ്ട മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന കട്ടപ്പന നഗരസഭയിലെ ഉദ്യോഗസ്ഥർ ആ AC മുറി വിട്ട് വല്ലോ കാലത്തും തൊട്ടടുത്തുള്ള, അതായത് 10 മീറ്റർ 20 മീറ്റർ പോലും അകലമല്ലാത്ത ഈ ശൗചാലയത്തിലേക്കൊന്ന് വരാനും അതിൻ്റെ പരിസരത്തൂടെ നടന്നു വരാനും മെമ്പർമാരോ ഭരണത്തിൽ ഇരിക്കുന്നവരോ തയ്യാറാകേണ്ടത് ആവശ്യമായി വന്നിരിക്കുകയാണ്. കട്ടപ്പന നഗരസഭ സ്വകാര്യ വ്യക്തിക്ക് കരാർ നൽകിയാണ് ശൗചാലയം പ്രവർത്തിപ്പിക്കുന്നത്. എന്നാൽ കരാർ എടുത്തയാൾ കൃത്യമായ രീതിയിൽ ഇതിന്റെ ഉൾവശം വൃത്തിയാക്കാത്തതാണ് വൃത്തിഹീനമാകാൻ കാരണം. ഈ വിഷയം ഉന്നയിച്ച് നിരവധി പേരാണ് പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കൂടാതെ ശൗചാലയത്തിന്റെ പിറകുവശവും വലിയ രീതിയിൽ മലിനമായാണ് കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.